വെറും ഒന്നോ രണ്ടോ മാർക്കാണോ ഗോയിറ്റ എക്സാം നിങ്ങൾക്ക് ഫെയിൽ ആയി പോയത്? ഒന്നോ രണ്ടോ മാർക്ക് എന്ന് മാത്രമല്ല, മിക്ക ജർമ്മൻ എക്സാം ഫെയിൽ ആവുന്ന സ്റ്റുഡൻസും 50-നും 60-നും ഇടയിൽ മാർക്ക് ലഭിച്ചിട്ടാണ് ഫെയിൽ ആവുന്നത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ജയിക്കാൻ ഒന്നോ രണ്ടോ മാർക്ക് അല്ലെങ്കിൽ വളരെ ചെറിയ മാർക്ക് മതി എന്നുണ്ടായിരുന്നിട്ട് പോലും ഗോയിറ്റെ പ്രൂഫേഴ്സ് എന്തുകൊണ്ട് നമ്മളെ ഫെയിൽ ആക്കി വിടുന്നു? ഞാൻ പറയുന്നത് ഷ്രൈബൻ, സ്പ്രഹൻ എന്നീ എക്സാംസിന്റെ കാര്യമാണ്. സോ ഇങ്ങനെ ചെറിയ മാർക്കിന് തോറ്റു പോകുമ്പോൾ സാധാരണയായി എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്നത് ആ ലാംഗ്വേജ് ലേണിംഗ് ഡ്രോപ്പ് ചെയ്യാറാണ്. അപ്പോൾ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഗോയിറ്റെ ഇത്തരം മാർക്കിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാംഗ്വേജ് ഓക്കെയാണ്, ബട്ട് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് കൂടി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പാസ്സാവാം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ട്രയൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെറിയ മിസ്റ്റേക്സ് കൊണ്ടാണ് ഇതുപോലെ ജസ്റ്റ് ചെറിയ മാർക്കിന് ഫെയിൽ ആയി പോകുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ സ്പ്രഹൻ മൊഡ്യൂളിലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പ്രഹൻ മൊഡ്യൂൾ നിങ്ങൾക്കറിയാം, 2 ടൈലുണ്ട്. ആദ്യത്തെ തേമ പ്രസന്റേഷൻ, രണ്ടാമത്തെ ഡിസ്കഷൻ. അതിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ, സ്പീക്കിംഗ് എക്സാം തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുമ്പേ നമുക്ക് റഫ് ആയിട്ട് പോയിന്റ്സ് നോട്ട് ചെയ്യാൻ ഒരു പേപ്പർ തരും. ഈ പേപ്പറിൽ നമ്മൾ തേമയാണെങ്കിലും ഡിസ്കഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് പോലെ ലോങ് ആയിട്ട് എഴുതി വെക്കുന്നത് നമ്മളെ ചെറിയ മാർക്കിൽ ഫെയിൽ ആക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത കാര്യം നമ്മുടെ പ്രൊനൗൺസിയേഷൻ ആണ്. പ്രൊനൗൺസിയേഷൻ നമ്മൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് വേണം ഗോയിത്തിൽ പോകാൻ. നല്ല പ്രൊനൗൺസിയേഷൻ നേറ്റീവ് സ്പീക്കേഴ്സിന്റെ പോലെ സംസാരിക്കണം എന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രൊനൗൺസിയേഷൻ ബെറ്റർ ആക്കിയിട്ട് വേണം ഗോയിത്തിൽ പോകാൻ. ഇനി ആരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ. സോ നമ്മൾ തേമ പ്രസന്റേഷൻ ചെയ്യുമ്പോഴോ ഡിസ്കഷൻ ചെയ്യുമ്പോഴോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് ആലോചിച്ചിട്ട് അതിനെ വേർഡ് ബൈ വേർഡ് ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ്. ഈ സമയത്ത് ജർമ്മൻ ഫ്രേസസോ അല്ലെങ്കിൽ ജർമ്മനിയിൽ നോർമലി എങ്ങനെയാണോ ആ സെന്റൻസ് ബിൽഡ് ചെയ്യുന്നത് ആ ഫോർമാറ്റ് ഒന്നും നോക്കാതെ ഇംഗ്ലീഷിൽ എങ്ങനെയാണോ അത് പദാനുപദം വിവർത്തനം ചെയ്യുന്ന രൂപത്തിലാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്. ഈ കാരണം കൊണ്ടും നമുക്ക് നമ്മുടെ എക്സാമിൽ മാർക്ക് കുറഞ്ഞ് ഫെയിൽ ആവാം. മാത്രമല്ല, നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് എക്സാമിന് വേണ്ടി കയറുമ്പോൾ അവിടെയുള്ള പ്രൂഫേഴ്സ് നമ്മളെ ഗ്രീറ്റ് ചെയ്യുകയും റാൻഡം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. ഈ ഗ്രീറ്റിങ്സിന് തിരിച്ച് നമ്മൾ ഗ്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അവർ ചോദിക്കുന്ന റാൻഡം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ അവർ നമ്മളെ വിലയിരുത്തും. കാരണം നമുക്ക് ജർമ്മൻ ലാംഗ്വേജിന്റെ ബേസിക്സ് പോലും അറിയില്ല എന്നുള്ള രൂപത്തിലാക്കും. സോ നമ്മൾ എക്സാം എത്ര നന്നായിട്ട് അറ്റൻഡ് ചെയ്താലും ഇത്തരം ക്വസ്റ്റ്യൻസ് അതുപോലെ ഗ്രീറ്റിംഗ്സ് എല്ലാം പഠിച്ചിട്ട് പോവുക. മാത്രമല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുന്ന സൈഡ് ക്വസ്റ്റ്യൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മിയോഗ്ലിഷ്കൈറ്റ് നെനൻ ചെയ്യുക, പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുക, അതല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ, മൈനു, ഷ്ലൂസ്, ഇതുപോലുള്ള നമ്മൾ കവർ ചെയ്ത് പോവേണ്ട മെയിൻ പോയിന്റ്സ്, അതിൽ തന്നെ സബ് ക്വസ്റ്റ്യനിൽ നിന്നിരിക്കുന്ന മെയിൻ പോയിന്റ്സ് കവർ ചെയ്യാതിരിക്കുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ജർമ്മൻ സ്പീക്കിംഗ് എക്സാമിലോ അല്ലെങ്കിൽ റൈറ്റിംഗ് എക്സാമിലോ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള കണ്ടന്റുകൾ പറയാൻ പാടില്ല. ഉദാഹരണത്തിന് ഫെമിനിസം, LGBTQ, റേസിസം, പൊളിറ്റിക്സ്, ഇതുപോലുള്ള നമ്മുടെ നിലപാടുകൾ എന്താണ് എന്ന് വെളിവാക്കുന്ന രൂപത്തിലുള്ള കണ്ടന്റുകൾ നമ്മൾ പറയാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാം ഫെയിൽ ആകാൻ ചാൻസ് ഉണ്ട്. ഇനി പലരും കൂടുതലായിട്ട് ചെയ്തു വരുന്നൊരു മിസ്റ്റേക്കാണ്, ഡിസ്കഷന്റെ സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ വാദം എന്താണോ, അയാൾ എന്തിനെ കുറിച്ചാണോ എഗ്രി ചെയ്ത് പറയുന്നത് അതിനെ ഡിസഗ്രി ചെയ്യാതെ അയാളുടെ പോയിന്റിനെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം. ഇത് 1-2 പ്രാവശ്യം സപ്പോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഫുള്ളായിട്ട് അയാൾ റിയാക്ട് ചെയ്യാതെ അയാളുടെ പോയിന്റ് ശരിയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുന്നത് നമുക്ക് മാർക്ക് കുറക്കും. കാരണം നമ്മളൊരു ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഒരാൾ ദാഫ്യൂറും ഒരാൾ ദഗീകനുമായിരിക്കും. ഒരാൾ എഗ്രി ചെയ്ത് പറയണം, ഒരാൾ ഡിസഗ്രി ചെയ്ത് പറയണം. ഒരാൾ പറയുന്ന പോയിന്റ് നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള സ്കില്ലുണ്ടോ എന്നുള്ളതാണ് ഡിസ്കഷൻ എന്നുള്ള ടൈല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്കഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിയാക്ട് ചെയ്തിരിക്കണം. ഇതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഷ്ലൂസ്, തുടക്കവും അവസാനവും പെർഫെക്റ്റ് ആക്കി വെക്കണം. കാരണം ഒരു തേമ പറയുമ്പോൾ എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ പറയുമ്പോൾ എങ്ങനെ തുടങ്ങണം, ഒരു തേമ എങ്ങനെ അവസാനിപ്പിക്കണം, അതുപോലെ ഡിസ്കഷൻ എങ്ങനെ അവസാനിപ്പിക്കണം എന്ന ബോധം ആദ്യം തന്നെ ഉണ്ടാവണം. അങ്ങനെ വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അവസാനിപ്പിക്കാനും. ഈ ഫോർമാറ്റ് കറക്റ്റ് അല്ലെങ്കിൽ അതും പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. സോ സ്പ്രഹൻ ചെയ്യുമ്പോൾ മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അതുപോലെ പറയുവാൻ പോകുന്നതിന് മുമ്പ് എന്താണ് ഞാനിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വിഷൻ ഉണ്ടായിരിക്കുക. ടൈം പെർഫെക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക, ഇതൊക്കെ ശ്രദ്ധിക്കാം. ടൈം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണമെന്ന് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഷ്രൈബലിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ക്യാപിറ്റൽ സ്മോൾ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കും, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും ഇത് ഒരുപാട് തവണ തെറ്റിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷിലെ പോലെയല്ല ജർമ്മനിൽ പല സ്ഥലങ്ങളിലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾ വൊക്കാബുലറി നന്നായിട്ട് അതിന്റെ സ്പെല്ലിങ്ങോട് കൂടി തന്നെ പഠിച്ചിട്ട് വേണം ഷ്രൈബൻ എഴുതാൻ പോകാൻ. അതുപോലെ ആർട്ടിക്കിൾസ് ഒരിക്കലും തെറ്റാൻ പാടില്ല. സോ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് ഇൻ കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റിനെ പ്ലൂറൽ ആക്കിയിട്ട് ദി ഫോമിൽ യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയൊരു ഹാക്കാണ്, നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗപ്പെടും. കാരണം എല്ലാ സബ്ജക്റ്റിന്റെയും പ്ലൂറൽ ഫോം ദി തന്നെ ആയതുകൊണ്ട് നമുക്ക് അവിടെ അധികം ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ നിങ്ങൾ ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം, വേർഡ് ലിമിറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഗോയിറ്റ എത്രയാണോ വേർഡ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അത്ര വേർഡ്സ് തന്നെ ബ്രീഫും അതുപോലെ തന്നെ ബ്ലോഗും എഴുതി തീർക്കാൻ നോക്കുക.
മാത്രമല്ല ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ മാക്സിമം പൊളൈറ്റ് ഫോമിൽ എഴുതാൻ നോക്കുക. കൊഗ്നിറ്റീവ് എന്ന ഗ്രാമർ ടോപ്പിക് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പൊളൈറ്റ് ഫോമിൽ ലെറ്റർ എഴുതാൻ പ്രാക്ടീസ് ചെയ്താൽ മതി. സോ നമുക്ക് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചോ ഡോക്യുമെന്റേഷനെ കുറിച്ചോ അതല്ലെങ്കിൽ എക്സാംസിനെ കുറിച്ചോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ തംസ് അപ്പ് ഇട്ടാൽ മതി. ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചൂസ്.